കഴിഞ്ഞ ദിവസം കല്ലമ്പലം വർക്കല റൂട്ടിൽ ഒരു ഇരുചക്ര വാഹനവും സ്കോർപിയോ കാറും കൂട്ടിയിടിച്ച് ഗൗതം എന്ന 21-കാരൻ ദാരുണമായി മരിച്ച സംഭവത്തെക്കുറിച്ച് വിസ്മയ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. രാത്രി 9 മണിക്ക് ശേഷമായിരുന്നു ആ അപകടം സംഭവിച്ചത്. അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനം സ്കോർപിയോ കാറുമായി മുഖാമുഖം കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗൗതമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു. മർജാൻ ഇപ്പോഴും സീരിയസ് ആയി, അതായത് ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതായിരുന്നു വാർത്തയുടെ സംക്ഷിപ്തം. സാധാരണഗതിയിൽ ഇത്ര വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന വ്യക്തിയല്ല ഗൗതമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മറ്റൊന്നുമല്ല, 6 മാസത്തിന് മുമ്പാണ് ഗൗതമിൻ്റെ വിവാഹം കഴിഞ്ഞത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹം 21 വയസ്സുകാരനാണ്. വളരെ അടുത്താണ് വിവാഹം കഴിഞ്ഞത്. അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്ന വ്യക്തിയല്ല. അപ്പോൾ അന്ന് രാത്രി എന്തുകൊണ്ടാകും ഗൗതം ഇത്ര വേഗത്തിൽ വാഹനം ഓടിച്ചത് എന്നായി ഞങ്ങളുടെ അന്വേഷണം. ഞങ്ങളുടെ അന്വേഷണം ചെന്ന് എത്തിയത് കല്ലമ്പലത്ത് അടുത്തിടെ തുടങ്ങിയ മൊണാർക്ക് എന്ന ബാറിലാണ്. ആ ബാറിൽ അന്ന് വൈകുന്നേരം മർജാനും മർജാന്റെ സുഹൃത്ത് ഈ ഗൗതമും രണ്ടുപേരും ചേർന്ന് മദ്യപിക്കാൻ പോയിരുന്നു. അവിടുന്ന് ബീറോ മറ്റോ കഴിച്ചു. അവിടെ ചെറിയ തോതിൽ കശപിശ ഉണ്ടായി. ബാറിലെ ജീവനക്കാരും ഈ ഗൗതമും മർജാനും ചേർന്ന് അവിടെ എന്തോ തർക്കമുണ്ടായി അടിപിടിയുടെ വക്കിലെത്തി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ അവസ്ഥയിൽ ഈ മർജാനും ഗൗതമും ബാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബാറിലുള്ള ജീവനക്കാർ ഇവരെ വെല്ലുവിളിച്ചു. നിങ്ങളെ തീർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ചു. അങ്ങനെ ഇവർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇടവയിൽ നിന്ന് വേറെ ഏതെങ്കിലും സുഹൃത്തുക്കളെ കൂട്ടി വന്ന് ബാറുകാരോട് പകരം ചോദിക്കാം, അല്ലെങ്കിൽ അവരോട് പകരം വീട്ടാം എന്ന് കരുതിയാണ് ഇവർ ഇറങ്ങിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവർ ബൈക്കിൽ പോകുമ്പോൾ ഇവരെ ബാറിലെ ജീവനക്കാർ പിന്തുടരുന്നു എന്നൊരു സംശയം ഇരുവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ അമിത വേഗത്തിൽ പോയതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ അവിടെ ഒരു ജനറൽ മാനേജറുണ്ട്. ഈ ബാർ ഹോട്ടലിൽ ഒരു ജനറൽ മാനേജർ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ മുഴുവൻ ഹിന്ദിക്കാരാണുള്ളത്. ഹിന്ദിക്കാർക്ക് ഇവരെങ്ങനെ ചീത്ത വിളിച്ചാൽ മനസ്സിലാകും, ഇങ്ങനെ പറയുന്നത് തെറ്റാണ്, ഇവിടെ യാതൊരു തർക്കവും നടന്നിട്ടില്ല, ബഹളം നടന്നിട്ടില്ല എന്നൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ നിർഭാഗ്യം കൊണ്ട് ബാറുകാരൻ പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞത് അവിടെ കുറച്ച് മലയാളികളുണ്ടെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ ഞങ്ങളോട് പറയുകയും ചെയ്തു. മലയാളികളും അവിടെയുണ്ട്. ഈ മലയാളി ജീവനക്കാരും ഈ ഗൗതം, മർജാൻ എന്നിവരും തമ്മിൽ കശപിശ ഉണ്ടായി. ഇവരെ ഫോളോ ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഫോളോ ചെയ്തവർ ഇവരെ ബൈക്കിൽ വാഹനമിടിപ്പിച്ച് അല്ലെങ്കിൽ ഇവരെ പിടികൂടി മർദ്ദിക്കും. അങ്ങനെ ഭയം കൊണ്ടാണ് ഗൗതമും മർജാനും വളരെ വേഗം വാഹനം ഓടിച്ചു പോയതും സ്കോർപിയോ കാറുമായി കൂട്ടിയിടിച്ചതും. ഇത് കല്ലമ്പലം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വർക്കല പോലീസും ഇതിൻ്റെ പിന്നാലെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി മർജാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർജാന്റെ മൊഴി എടുക്കണം. മർജാൻ ഇനി പോലീസുകാരോട് കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ബാറിൽ സംഭവിച്ചത്. ബാറുകാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു, അവർ നിങ്ങളെ പിന്തുടർന്നിരുന്നു, ഈ ബാറിലെ GM പറയുന്ന കാര്യങ്ങൾ സത്യമാണോ? കാരണം ഹിന്ദിക്കാർ മാത്രമുണ്ടെന്നാണ് ഈ ബാറുകാരൻ പറയുന്നത്. ഹിന്ദിക്കാരൻ മാത്രമല്ല, മലയാളികളുമുണ്ടെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നു. അപ്പോൾ തന്നെ അറിയാം ബാറുകാരൻ കള്ളം പറയുകയാണെന്ന്. എന്തോ ഒളിച്ചു വയ്ക്കാൻ ഈ ബാറുകാരനുണ്ട്. എന്തിനാണ് ഈ ചെറുപ്പക്കാരെ ഇവർ ഫോളോ ചെയ്തത്? മർദ്ദിക്കാനാണോ? എന്തായിരുന്നു ബാറിൽ നടന്ന കശപിശ? ഇവരെ ഫോളോ ചെയ്തുകൊണ്ടല്ലേ അമിത വേഗത്തിൽ പോയത്? അല്ലെങ്കിൽ 6 മാസം മുമ്പ് കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ബീറോ മറ്റോ അടിച്ചിട്ട് ഇത്ര വേഗത്തിൽ വണ്ടി ഓടിക്കുമോ? ഇങ്ങനെ ഒരു തർക്കം ബാറിൽ നടന്നിരുന്നു. അല്ല, ഗൗതം മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഇനിയും വ്യക്തതയും വന്നിട്ടില്ല. മർജാൻ മാത്രമാണോ മദ്യപിച്ചിരുന്നതെന്നും വ്യക്തതയും വന്നിട്ടില്ല. അതിനൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദമായ പരിശോധനകൾ, ആന്തരിക അവയവത്തിന്റെ വിശദമായ പരിശോധനകളൊക്കെ നടക്കാനും ഇരിക്കുന്നു.
ഏതായാലും മർജാന്റെ മൊഴി നിർണായകമാണ്. പോലീസ് അന്വേഷണം നിർണായകമാണ്. ബാറുകാരുടെ മൊഴി പോലീസ് പരിശോധിക്കും, ബാറുകാരോട് വിശദമായി ചോദ്യം ചെയ്യും. ഏതായാലും അമിത വേഗത ആണ് പ്രധാന കാരണമെങ്കിൽ അമിത വേഗത്തിൽ പോകാനുള്ള സാഹചര്യവും പോലീസ് പരിശോധിക്കണം. അത് പരിശോധിച്ചാൽ മാത്രമേ ഈ അപകടത്തിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നതാണ് അടിവരയിട്ട് പറയേണ്ടത്.